നമ്മുടെ ഇടയിലെ കളയെ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ ഈ ഉപമ ഒന്ന് ശ്രദ്ധിക്കൂ. മത്തായി 13:24 മുതൽ 30 വരെയുള്ള വചനം. അവൻ മറ്റൊരു ഉപമ അവർക്ക് പറഞ്ഞു കൊടുത്തു. സ്വർഗരാജ്യം ഒരു മനുഷ്യൻ തൻ്റെ കൃഷിസ്ഥലത്ത് നല്ല വിത്ത് വിതച്ചതിനോട് സദൃശ്യമാകുന്നു. മനുഷ്യർ ഉറങ്ങുമ്പോൾ അവൻ്റെ ശത്രു വന്ന് കോതമ്പിൻ്റെ ഇടയിൽ കള വിതച്ചിട്ട് പോയി കളഞ്ഞു. ഞാറ് വളർന്ന് കതിരായപ്പോൾ കളയും ദൃശ്യമായി വന്നു. അപ്പോൾ ഭൂവുടയവൻ്റെ ദാസന്മാർ അവൻ്റെ അടുക്കൽ ചെന്നു, യജമാനെ, അങ്ങ് വയലിൽ നല്ല വിത്തല്ലയോ വിതച്ചത്? പിന്നെ കള എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. ഇത് ശത്രു ചെയ്തതാകുന്നു എന്ന് അവൻ അവരോട് പറഞ്ഞു. ഞങ്ങൾ പോയി അത് പറിച്ചു കളവാൻ സമ്മതമുണ്ടോ എന്ന് ദാസന്മാർ അവനോട് ചോദിച്ചു. അതിന് ഭൂവുടമ, അരുത്, ഒരുപക്ഷെ കള പറിക്കുമ്പോൾ ഗോതമ്പും കൂടെ പിഴുതുപോകും. രണ്ടും കൂടെ കൊയ്ത്ത് വരെ വളരട്ടെ. കൊയ്ത്ത് കാലത്ത് ഞാൻ കൊയ്യുന്നവരോട് മുൻപേ കള പറിച്ചുകൂട്ടി ചുട്ടുകളയേണ്ടതിന് കെട്ടുകളായി കെട്ടുവാനും ഗോതമ്പ് എൻ്റെ കളപ്പുരയിൽ കൂട്ടിവെക്കുവാനും കൽപ്പിക്കും എന്ന് പറഞ്ഞു. ഇതിൻ്റെ വ്യാഖ്യാനം മത്തായി 13:36 മുതലുള്ള വചനത്തിലുണ്ട്. മത്തായി 13:36 മുതൽ 43 വരെയുള്ള വചനം. അനന്തരം യേശു പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് വീട്ടിൽ വന്നു. ശിഷ്യന്മാർ അവൻ്റെ അടുക്കൽ ചെന്നു വയലിലെ കളയുടെ ഉപമ വിവരിച്ചു തരണം എന്ന് അപേക്ഷിച്ചു. അതിനവൻ ഉത്തരം പറഞ്ഞത്, നല്ല വിത്ത് വിതയ്ക്കുന്നവൻ മനുഷ്യപുത്രൻ, വയൽ ലോകം, നല്ല വിത്ത് രാജ്യത്തിൻ്റെ പുത്രന്മാർ, കള ദുഷ്ടൻ്റെ പുത്രന്മാർ, അത് വിതച്ച ശത്രു പിശാച്. കൊയ്ത്ത് ലോകാവസാനം, കൊയ്യുന്നവർ ദൂതന്മാർ. അതുകൊണ്ട് കള കൂട്ടി തീയിലിട്ട് ചുടും പോലെ ലോകാവസാനത്തിൽ സംഭവിക്കും. മനുഷ്യപുത്രൻ തൻ്റെ ദൂതന്മാരെ അയക്കും. അവർ അവൻ്റെ രാജ്യത്തിൽ നിന്ന് പാപത്തെ ഉളവാക്കുന്ന സകലത്തെയും അധർമ്മം പ്രവർത്തിക്കുന്ന എല്ലാവരെയും കൂട്ടിച്ചേർത്ത് തീച്ചൂളയിലിട്ട് കളയും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. അന്ന് നീതിമാന്മാർ തങ്ങളുടെ പിതാവിൻ്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കും. കേൾക്കുവാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. നമ്മുടെ ഇടയിലെ കളയെ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. അല്ലെങ്കിൽ നാം എന്നും വഞ്ചിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. എന്താണ് വചനം പറയുന്നത്? ആ കള എന്തൊക്കെ നാശമാണ് ചെയ്തത്? വചനം എന്താണ് പറയുന്നത്? നമുക്ക് നോക്കാം. 41-ാമത്തെ വചനം. അവർ അവൻ്റെ രാജ്യത്തിൽ നിന്ന് പാപത്തെ ഉളവാക്കുന്ന സകലത്തെയും അധർമ്മം പ്രവർത്തിക്കുന്ന എല്ലാവരെയും കൂട്ടിച്ചേർത്ത് തീച്ചൂളയിലിട്ട് കളയും. ആ കള പാപത്തെ ഉളവാക്കുന്നതാണ്. അധർമ്മം പ്രവർത്തിക്കുന്നവരാണ്, ഇടർച്ച ഉണ്ടാക്കുന്നവരാണ്. നമ്മളുടെ ഇടയിൽ ഉള്ള കളയെ നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. അല്ലെങ്കിൽ ആ കള നമുക്ക് ദോഷം ചെയ്യുന്നത് അറിയാതെ നാം എപ്പോഴും വഞ്ചിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. നമുക്ക് ദോഷം ചെയ്തുകൊണ്ടിരിക്കുന്ന കളയെ തിരിച്ചറിയേണ്ടത് ആവശ്യമല്ലേ? ദുഷ്ടൻ്റെ തീയമ്പുകൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിയേണ്ടതും ആവശ്യമാണ്. പിശാച് ഏതൊക്കെ മാർഗം ഉപയോഗിച്ച് നമുക്ക് ഇടർച്ച ഉണ്ടാക്കാമെന്ന് നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അറിയാമല്ലോ, പരീക്ഷ നേരിടുമ്പോൾ ഒരു വ്യക്തി എടുക്കുന്ന പ്രതികരണം എന്താണ്? അതിൽ പിശാചിൻ്റെ ദുരാശയുണ്ട്. യോബിനെ സംബന്ധിച്ച് പിശാച് ആഗ്രഹിച്ച് ദൈവത്തെ ത്യജിച്ചു പറയുവാനായിരുന്നു. അത് ദൈവത്തിൻ്റെ അടുക്കൽ ഉള്ള അവൻ്റെ സംസാരത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. അവൻ്റെ ഭാര്യ വന്ന് പറഞ്ഞതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുകയാണ്. ദൈവത്തെ ത്യജിച്ചു പറഞ്ഞ് മരിച്ചു കളയുവാനല്ലേ ആ സ്ത്രീ പറഞ്ഞത്? 2 കൊരിന്ത്യർ 2:11. സാത്താൻ നമ്മിൽ നിന്ന് നേട്ടമുണ്ടാക്കാതിരിക്കേണ്ടതിന് തന്നെ. എന്തെന്നാൽ അവൻ്റെ തന്ത്രങ്ങളെപ്പറ്റി നാം അറിവില്ലാത്തവരല്ലല്ലോ. നമുക്ക് അവൻ്റെ തന്ത്രങ്ങളെ നിശ്ചയമായും അറിഞ്ഞിരിക്കണം. അതിനെ നേരിടേണ്ടത് എങ്ങനെയെന്നൊരു നിശ്ചയം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അപ്പോസ്തലനായ പൗലോസ് പറയുന്ന പോലെ, നിങ്ങൾ കോപിച്ചിട്ട് പാപം ചെയ്യരുത്. അതേ, പാപം ചെയ്യാതിരിക്കേണ്ടതിനാണ്. നമ്മുടെ പ്രതികരണം ഒരു പാപം ആകാതിരിക്കേണ്ടതിനാണ്. കേൾവി കുറവുള്ള ഒരാളോട് നമ്മൾ എങ്ങനെ സംസാരിക്കണം? അവർക്ക് കേൾക്കുന്ന രീതിയിൽ ഉറച്ച് സംസാരിക്കണം, അല്ലേ? സഭ്യതയുടെ അതിർവരമ്പുകൾ ലംഘിക്കുന്ന ആളിനോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കണം? നമുക്കേതായാലും അതേ മാർഗം തന്നെ സ്വീകരിക്കുവാൻ കഴിയത്തില്ല. അതിന് ലോകത്തിൻ്റെ ഒരു മാനദണ്ഡമുണ്ട്, എങ്കിലും നമുക്കത് ഒന്നും പറ്റില്ല. അതുകൊണ്ട് ആ പ്രതികരണം മനസ്സിൽ മുൻകൂട്ടി നിശ്ചയിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് ഇതിനെക്കുറിച്ച് ദൈവാത്മാവിൽ ചില നിർദ്ദേശങ്ങൾ തൻ്റെ ലേഖനത്തിലൂടെ നൽകി തരുന്നുണ്ട്. 1 കൊരിന്ത്യർ 5:9 മുതൽ 13 വരെ. ദുർനടപ്പുകാരോട് സംസർഗമരുത് എന്ന് ഞാൻ എൻ്റെ ലേഖനത്തിൽ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ. അത് ഈ ലോകത്തിലെ ദുർനടപ്പുകാരോ അത്യാഗ്രഹികളും വഞ്ചകരും ആയവരോടോ വിഗ്രഹാരാധികളോടോ അരുത് എന്നല്ലല്ലോ. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഈ ലോകം വിട്ട് പോകേണ്ടി വരും. എന്നാൽ സഹോദരൻ എന്നു പേരുള്ള ഒരാൾ ദുർനടപ്പുകാരനോ അത്യാഗ്രഹിയോ വിഗ്രഹാരാധിയോ അസഭ്യം പറയുന്നവനോ മദ്യപനോ വഞ്ചകനോ ആകുന്നുവെങ്കിൽ അവനോട് സംസർഗമരുത്. അങ്ങനെയുള്ളവനോടുകൂടെ ഭക്ഷണം കഴിക്കുക പോലും അരുത് എന്നത്രേ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. എന്തുകൊണ്ടെന്നാൽ പുറത്തുള്ളവരെ വിധിക്കുവാൻ എനിക്കെന്ത് കാര്യം? നിങ്ങൾ അകത്തുള്ളവരെയല്ലയോ വിധിക്കുന്നത്. എന്നാൽ പുറത്തുള്ളവരെ ദൈവം വിധിക്കുന്നു.
ആ ദുഷ്ടനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയുവിൻ. ഇതിനെ അദ്ദേഹം ആലങ്കാരികമായി പറഞ്ഞിരിക്കുന്നതാണ് ഈ താഴെ നൽകിയിരിക്കുന്ന വചനം. 1 കൊരിന്ത്യർ 5:6-7 വചനങ്ങൾ. നിങ്ങളുടെ പ്രശംസ നല്ലതല്ല. അല്പം പുളിമാവ് മാവിനെ മൊത്തം പുളിപ്പിക്കുന്നുവെന്ന് അറിയുന്നില്ലയോ? നിങ്ങൾ വാസ്തവമായും പുളിപ്പില്ലാത്തവരായതിനാൽ പുതിയ മാവ് ആകേണ്ടതിന് പഴയ പുളിമാവിനെ നീക്കിക്കളവിൻ. എന്തെന്നാൽ നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു, അത് ക്രിസ്തു തന്നെ. അപ്പോസ്തലനായ പൗലോസ് നൽകുന്ന നിർദ്ദേശം ആ പുളിമാവിനെ നീക്കിക്കളയുവാനാണ്. അതിനുള്ള കാരണം ആ പുളിമാവ് മുഴുവൻ മാവിനെയും പുളിപ്പിക്കും എന്നുള്ളതുകൊണ്ടാണ്. ആ വ്യക്തി ഇടർച്ച ഉണ്ടാക്കുന്നവനും അധർമ്മം പ്രവർത്തിക്കുന്നവനുമാണെങ്കിൽ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയുവാനാണ് പറയുന്നത്. എന്നാൽ അദ്ദേഹം മാനസാന്തരം ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തെ നിലനിർത്തണം. മാനസാന്തരത്തിന് സമയം കൊടുക്കേണ്ടതും ആവശ്യമാണ്. കാരണം കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത്, ഞാൻ നീതിമാന്മാരെയല്ല പാപികളെ അത്രേ വിളിപ്പാൻ വന്നത് എന്നാണ്. വിശ്വാസികൾക്കിടയിലോ സഭയിലോ ഒരു തർക്കമുണ്ടാകുമ്പോൾ ലോക കോടതിയുടെ മുൻപാകെ പോകാതെ അതിനുള്ളിൽ തന്നെ പരിഹരിക്കണം എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്നത്. കൊരിന്ത്യർ 6:1 മുതൽ. നിങ്ങളിൽ ഒരാൾക്ക് മറ്റൊരാളോട് ഒരു അന്യായമുണ്ടെങ്കിൽ വിശുദ്ധന്മാരുടെ മുൻപാകെ പരിഹാരത്തിന് പോകാതെ അഭക്തന്മാരുടെ മുൻപിൽ പോകുവാൻ തുനിയുന്നുവോ? വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കും എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ലോകത്തെ നിങ്ങൾ വിധിക്കുമെങ്കിൽ ഏറ്റവും ചെറിയ സംഗതികളെയും വിധിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ലയോ? നാം ദൂതന്മാരെ വിധിക്കുമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? എന്നാൽ ഈ ജീവിതത്തെ സംബന്ധിക്കുന്നവയെ എത്രയധികം. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ജീവിതത്തെ സംബന്ധിച്ച കാര്യങ്ങളിൽ അന്യായമുണ്ടെങ്കിൽ വിധിക്കുവാൻ സഭ ഗണ്യമാക്കാത്തവരെ നിയമിക്കുന്നുവോ? നിങ്ങളുടെ ലജ്ജയ്ക്കായി ഞാനിത് പറയുന്നു. സഹോദരന്മാർക്ക് മധ്യേ കാര്യം തീർപ്പാക്കുവാൻ പ്രാപ്തിയുള്ളൊരു ജ്ഞാനിയും നിങ്ങളുടെ ഇടയിലില്ലയോ? എന്നാൽ ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയോട് വ്യവഹരിക്കുന്നു, അതും അവിശ്വാസികളുടെ മുൻപിൽ തന്നെ. നിങ്ങളുടെ ഇടയിൽ അന്യായം ഉണ്ടാകുന്നതന്നെ കേവലം പോരായ്മയാകുന്നു. അതിനു പകരം നിങ്ങൾ അന്യായം സഹിച്ചുകൊള്ളാത്ത എന്ത്, നഷ്ടം ഏറ്റുകൊള്ളാത്ത എന്ത്? പക്ഷേ നിങ്ങൾ തന്നെ സഹോദരന്മാർക്ക് അന്യായം ചെയ്യുകയും നഷ്ടം വരുത്തുകയും ചെയ്യുന്നു. അനീതി ചെയ്യുന്നവൻ ദൈവരാജ്യം അവകാശമാക്കിയില്ല എന്നറിയുന്നില്ലയോ? നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിക്കുവിൻ. ദുർനടപ്പുകാരോ വിഗ്രഹാരാധികളോ വ്യഭിചാരികളോ സ്വയഭോഗികളോ പുരുഷകാമികളോ കള്ളന്മാരോ അത്യാഗ്രഹികളോ മദ്യപന്മാരോ അസഭ്യം പറയുന്നവരോ വഞ്ചകന്മാരോ ദൈവരാജ്യം അവകാശമാക്കിയില്ല. നിങ്ങളും ചിലർ ഈ വകക്കാരായിരുന്നു. എങ്കിലും നിങ്ങൾ കഴുകപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിൻ്റെ ആത്മാവിനാലും നിങ്ങൾ നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് കുറേ പാപങ്ങളുടെ പേരുകൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ദൈവം നീതിമാന്മാരായ ആൾക്കാരെ മാത്രം തിരഞ്ഞെടുത്ത് അവരെ കർത്താവിൻ്റെ സഭയിൽ ചേർത്തതല്ല എന്ന് നമുക്കറിയാം. നാം ഇതിൽപ്പെടുന്ന പാപികളായിരുന്നു. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ എന്ന് പറയുവാൻ അപ്പോസ്തലനായ പൗലോസ് മടിക്കുന്നില്ല. എൻ്റെ പാപങ്ങളെക്കുറിച്ച് എനിക്കും നല്ല ബോധ്യമുള്ളതുകൊണ്ട് ഞാനും അങ്ങനെ പറയുവാൻ മടിക്കുന്നില്ല. മറ്റൊന്നുകൂടെയുണ്ട്. അപ്പോസ്തലനായ യോഹന്നാൻ എഴുതിയ ലേഖനത്തിൽ താൻ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളിൽ പാപമില്ല എന്ന് പറയുന്നവൻ കള്ളനാകുന്നു എന്നാണ്. 1 യോഹന്നാൻ 1:10. അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ ന്യായപ്രമാണത്തിൻ്റെ ഉപദേഷ്ടാക്കന്മാരെ ശപിക്കപ്പെട്ടവർ എന്നാണ് വിളിച്ചിരുന്നത്. കാരണം താൻ ഉപദേശത്തിന് വിരുദ്ധമാണ് അപ്രകാരം സഭയിൽ ന്യായപ്രമാണത്തെ ഉപദേശിക്കുമ്പോൾ സംഭവിക്കുന്നു. ന്യായപ്രമാണത്തിൽ നീതി അന്വേഷിക്കുവാനാണെങ്കിൽ പിന്നെ ക്രിസ്തു എന്തിനു വേണ്ടിയാണ് മരിച്ചത് എന്നാണ് അപ്പോസ്തലനായ പൗലോസ് ചോദിക്കുന്നത്. ന്യായപ്രമാണത്തിലെ അനുഗ്രഹങ്ങൾ ഉപദേശിക്കുമ്പോൾ അതിനകത്തെ ശാപവും കൂടെ ഉപദേശിക്കേണ്ടത് ആവശ്യമാണ്. ന്യായപ്രമാണത്തിലെ അനുഗ്രഹങ്ങൾ പഠിക്കുന്നവർ അതിനകത്തെ ശാപവും കൂടി പഠിക്കേണ്ടത് ആവശ്യമാണ്. അതിൻ്റെ ശാപങ്ങളിൽ നിന്ന് ഒരിക്കൽ വീണ്ടെടുത്തത് ക്രിസ്തുവിൻ്റെ രക്തത്താലാണ്. ഇപ്പോൾ ക്രിസ്തുവിൻ്റെ രക്തം മാത്രം മതിയാകുന്നില്ല എന്ന് കരുതി നിങ്ങൾ വീണ്ടും ന്യായപ്രമാണത്തിൽ നീതി അന്വേഷിക്കുവാൻ ഭാവിക്കുന്നു. അത് നിങ്ങൾക്ക് വീണ്ടും ശാപകാരണമാകുന്നു. ന്യായപ്രമാണത്തിന് കീഴിലുള്ളവർ എല്ലാവരും ശാപത്തിന് കീഴിലാകുന്നു എന്ന് നാം കേട്ടിട്ടുണ്ടല്ലോ. ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ എന്ന് കർത്താവായ യേശുക്രിസ്തു മറ്റൊരു പ്രവചനമായി പറഞ്ഞാണ് മത്തായി 24-ാം അധ്യായത്തിൽ. എങ്കിലും ഇതൊന്ന് കടമെടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്കറിയാവുന്നതാണ് ആദിമസഭയിൽ അനന്യാസിനും സഫീറയ്ക്കും സംഭവിച്ചത്. അവർ വലിയ പാപമൊന്നും ചെയ്തില്ല, ഒരു കള്ളം പറഞ്ഞു, അതും തൻ്റെ തന്നെ മുതലിനെ സംബന്ധിച്ച്. ആ നിമിത്തം അവർക്ക് അവരുടെ ജീവൻ നഷ്ടമായി. അന്ന് അപ്പോസ്തലനായ പത്രോസ് അവരുടെ പാപത്തെക്കുറിച്ച് പറഞ്ഞത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചു എന്നാണ്. അവർ സഭയിൽ വെച്ച് അത് ചെയ്തതുകൊണ്ട് കൂടെയാണ് അത് പരിശുദ്ധാത്മാവിനോടുള്ള പാപമായത്. എന്നാൽ ദൈവം മുൻപാകെ അല്ലെങ്കിലും സഭയുടെ മുൻപാകെ നാം ചെയ്യുന്ന പാപങ്ങളോ അത് നമ്മൾ ചെയ്യുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മുൻപാകെയല്ലേ? നമ്മെ അതേപോലെ അടിച്ചു വീഴ്ത്താതെ ദൈവം ദീർഘക്ഷമ കാണിക്കുകയാണ്. പാപം അത് വീണ്ടും ജനിച്ചവർ ചെയ്തതായാലും വീണ്ടും ജനിക്കാത്തവർ ചെയ്തതായാലും അതിനോടുള്ള ദൈവത്തിൻ്റെ നിലപാട് ഒന്നു തന്നെയാണ്. അതിതാണ്, പാപം ദൈവം വെറുക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ദൈവം വെറുക്കുന്ന കാര്യം ചെയ്ത് നമ്മിൽ ഇരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നാം ദുഃഖിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോസ്തലനായ
റോമർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്ന പോലെ ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോടുള്ള ശത്രുതയാണ്. റോമർ 8:7. അതായത് പാപം ചെയ്യുമ്പോൾ നാം ദൈവത്തെ കോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. രക്ഷിക്കപ്പെട്ടവർ ദൈവത്തിൻ്റെ ദീർഘക്ഷമയും മനസ്സലിവും ഓർക്കേണ്ടത് ആവശ്യമാണ്. അതോടെ നാം പുതുക്കപ്പെടേണ്ടത് ആവശ്യമാണ്. മുൻപേ നാം ശത്രുക്കളായിരുന്നു എന്ന് നാം അറിയുന്നു. വചനം എന്താണ് പറയുന്നത്? റോമർ 5:8. ക്രിസ്തു നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ ദൈവം നമ്മോടുള്ള അവൻ്റെ സ്നേഹത്തെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. നാം ദൈവത്തിന് ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ ദൈവം തന്നെ മുൻകൈയെടുത്ത് നമ്മുടെ പാപങ്ങൾക്കായുള്ള പരിഹാരവും ചെയ്തു. അതുകൊണ്ടാണ് ദൈവം നമ്മെ ആദ്യം സ്നേഹിച്ചു എന്ന് പറയുന്നത്. ഈ ദീർഘക്ഷമയും മഹാദയയും ഓർക്കാതെ ഇരുന്നാലോ? എന്നാൽ ഇപ്പോഴോ ക്രിസ്തുയേശു മുഖാന്തരം നാം ദൈവത്തോട് നിരപ്പ് പ്രാപിച്ചിരിക്കുന്നു. മക്കളും അവകാശികളുമായി തീർന്നിരിക്കുന്നു. മക്കൾ വീണ്ടും പാപം ചെയ്ത് പിതാവിനെ പ്രകോപിപ്പിക്കാതിരിക്കട്ടെ. അതെ, നമ്മുടെ നിസ്സഹായ അവസ്ഥ കണ്ടുകൊണ്ട് തന്നെയാണ് പിതാവായ ദൈവം നമ്മോട് ഇത്രയും ദീർഘക്ഷമ കാണിച്ചത്. അത് പാപം ചെയ്യുവാനുള്ളൊരു അനുമതിയല്ല. ദൈവത്തിൻ്റെ ദീർഘക്ഷമയും മനസ്സറിയും ഓർത്ത് പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ പരിശ്രമിക്കണം. എഫേസ്യർ 5:1 മുതൽ ഉള്ള വചനം. അതുകൊണ്ട് ദൈവത്തിൻ്റെ പ്രിയമക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിക്കുവിൻ. ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടക്കുവിൻ. ദുർനടപ്പും യാതൊരു അശുദ്ധിയും അത്യാഗ്രഹവും നിങ്ങളുടെ ഇടയിൽ പേർ പറയുക പോലും അരുത്. അങ്ങനെയാവുന്ന വിശുദ്ധന്മാർക്ക് ഉചിതം. ചീത്തതരം, പൊട്ടച്ചൊൽ, മ്ലേച്ഛ സംസാരം, ഇങ്ങനെ ചേർച്ചയില്ലാത്തവ ഒന്നുമരുത്. സ്തോത്രമത്രേ വേണ്ടത്. ദുർനടപ്പുകാരൻ, അശുദ്ധൻ, വിഗ്രഹാരാധിയായ ദ്രവ്യാഗ്രഹി, ഇവർക്കാർക്കും ക്രിസ്തുവിൻ്റെയും ദൈവത്തിൻ്റെ രാജ്യത്തിൽ അവകാശമില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഈ വക പ്രവർത്തിക്കുന്നവർ നിമിത്തമല്ലോ ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നത്. അതുകൊണ്ട് വ്യർത്ഥവാക്കുകൾ വിശ്വസിപ്പിച്ച് ആരും നിങ്ങളെ ചതിക്കരുത്. നിങ്ങൾ ഇവരുടെ കൂട്ടാളികളാകരുത്. മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. അതുകൊണ്ട് കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവിൻ. സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിൻ്റെ ഫലം. ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവർത്തികളിൽ കൂട്ടാളികളാകരുത്. അവയെ വെളിപ്പെടുത്തുകയത്രേ വേണ്ടത്. അവർ ഗൂഢമായി ചെയ്യുന്നത് പറവാൻ പോലും ലജ്ജയാകുന്നു. സകലതും വെളിച്ചത്താൽ തെളിവാകുന്നു. കാരണം വെളിച്ചം എല്ലാത്തിന്മേലും പ്രകാശിക്കുന്നുവല്ലോ.